സ്വാഗതം. ഇന്നത്തെ അപ്ഡേറ്റ് നമ്മുടെ വാഴ ബയോപിക് ഓഫ് ദ ബില്യൺ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ട്. പാട്ടം നൈസ്. കാരണം ഇത് യങ്സ്റ്റേഴ്സിനോട് മാത്രം ഉപയോഗിച്ചിരിക്കുന്ന ഒരു നൈസ് പടം. കാരണം ഇതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. കാരണം കോമഡി വർക്കൗട്ട് ചെയ്തിരിക്കുന്ന എല്ലാം ഒത്തിരി വലിയ ആൾക്കാർക്കൊന്നും അതിൻ്റെ എന്താ കോമഡി ചില സാധനത്തിൽ എത്തിക്കാത്തില്ല. പക്ഷേ യങ്സ്റ്റേഴ്സിനും നമ്മുടെ പിള്ളേഴ്സിനും എല്ലാം പക്കയാണ്. ഈ കോമഡി വർക്കൗട്ട് ചെയ്തെല്ലാം കിട്ടിയ സാധനങ്ങളാണ്. കാരണം അമ്മാതിരി നൈസ് ചിരിച്ച് ഞാനൊരു കൂട്ടുകാരൊക്കെ കണ്ടിട്ട് ചിരിച്ച് വണ്ണ് നിൽക്കുക, അതുപോലത്തെ കോമഡിയാണ്. പിന്നെ ഇതിനകത്ത് ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡിയാണ്. ഒരു എടുത്തു പറയണം, കിട്ടില്ല പെർഫോമൻസും എല്ലാവരുടെ പെർഫോമൻസ് എല്ലാം പൊളിയാണ്. പിന്നെ ഒരു ഇമോഷണൽ ട്രാക്ക് വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് പെട്ടെന്ന് റിലേറ്റബിൾ ചെയ്യുള്ളൂ. നമ്മുടെ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാറില്ല, അത്ര നേരം കോമഡി വന്നിട്ട് ഒരു ഇമോഷണൽ കയറി വരിച്ചിട്ടുണ്ട്. അതെല്ലാം നൈസാണ്. പെർഫോമൻസ് കാര്യം പറയുകയാണെങ്കിൽ അസീസ്, അതുപോലെ നോബി, ജഗദീഷ്, പിന്നെ കോട്ടൈനസ്, ഇവരൊക്കെ തകർത്താണ്. പെർഫോമൻസ് കാര്യം പറഞ്ഞില്ല, അറിയാൻ പറ്റില്ല, അമ്മാതിരി പെർഫോമൻസാണ്. പിന്നെ ഉള്ളത് പറയേണ്ടത് നമ്മുടെ ഹാഷിറൊക്കെ പറഞ്ഞാൽ കുറച്ച് സീനൊക്കെ ഉണ്ട്. പക്ഷെ വന്ന് ഹാഷിറിനെ സ്ക്രീനിൽ കണ്ടപ്പോഴേക്കും തിയേറ്റർ തകർക്കുവരും. അമ്മാതിരി വിസിറ്റിംഗ് ആയിരുന്നു. കാരണം ഹാഷിർ ഒന്നാണ് സീനൊക്കെ അത്യാവശ്യം സീനൊക്കെ ഉണ്ട്. പക്ഷെ വന്ന സാധനങ്ങൾക്ക് അവൻ പക്കയായിട്ട് ഇവിടെ പോയിരിക്കുന്നത് പൊളിയായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ പാട്ടുകളൊക്കെ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഇമോഷണൽ പാട്ടുകാർ വരുന്നതെല്ലാം നമുക്ക് പെട്ടെന്ന് ഒരു ഇത് ഭയങ്കര അത്ര ഞാൻ ചിരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ പല കാര്യം ചിരിച്ച് കയറിപ്പോകും. അതിൻ്റെ പാട്ടുമൊക്കെ ഓക്കെയാണ്. പിന്നെ ഇത് എഴുതിയിരിക്കുന്നത് വിപിൻ ദാസ്, പുള്ളി രണ്ടാമത്തെ പടമാണ്. ആദ്യത്തെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരമ്പൽ കടയിലായിരുന്നു. അത് ഡയറക്ഷനും സ്ക്രിപ്റ്റും പുള്ളിയുടെ. ഇത് സ്ക്രിപ്റ്റ് മാത്രം വിപിൻ ദാസിൻ്റെ, ഡയറക്ഷൻ പറഞ്ഞ ആനന്ദ് മേനൻ്റെ. നല്ല ഹാപ്പിയിലാണ് ഞാൻ. കാരണം പൈസ വെർത്താണ്. ഈ പൈസ കൊണ്ട് നമ്മൾ ആ ടിക്കറ്റ് പൈസ അടയ്ക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല വെർത്താണ്. കാരണം നല്ല ഹാപ്പി മൂഡ് നമുക്ക് തിരിച്ചു പറ്റുള്ളൂ. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ബൈ.